ആദ്യം ഞങ്ങൾ അടിക്കുന്നത്. നിങ്ങൾ അടിയെന്നേ, നിങ്ങൾ അടിച്ചാലേ ഞങ്ങൾക്കൊരു മൂഡ് വരും. നിങ്ങൾ അടിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ തിരിച്ചടിക്കൂ. നിങ്ങൾ അടിച്ചോ, എന്നാ പിടി, ഞങ്ങളും അടിക്കാം. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ് ബാങ്ക്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് അവരുടെ ആദ്യത്തെ എവേ മത്സരം കളിച്ചിരിക്കുകയാണ്. എല്ലാവരും കണ്ടു കാണും. കളി സമനിലയിലായിരുന്നു. 1-1 എന്ന സ്കോർ ലൈനിൽ ആണ് കളി അവസാനിച്ചത്. അപ്പോൾ കളിയെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഗെയിമായിരുന്നു ഇന്നത്തെ. ഗോള് അടിച്ചെങ്കിലേ കളി ജയിച്ചെങ്കിലേ കളി കൊള്ളാമൂ എന്ന് പറയുന്ന ഒരു കൂട്ടത്തിലല്ല ഞാൻ. കളി തോറ്റാലും കളി ടൈ ആയാലും ഒക്കെ ഏതാ കളിച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുക തന്നെ വേണം. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ പ്രകടനം അത് 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 ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്താ, ഈ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് പറയുന്നത് ഇന്ന് അവരൊരു വെറും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അല്ല, അവർ ഡ്യൂറൻ കപ്പ് ചാമ്പ്യൻസ് ആണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജയൻസ് ആയ ബഗാനെ തകർത്താണ് അവർ ഡ്യൂറൻ ചാമ്പ്യൻസ് ആയത്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ച് ഈ വർഷത്തെ സീസൺ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത്ര മികച്ചൊരു കോച്ച് അവർക്കുണ്ട്, മികച്ച സ്ക്വാഡ് ഉണ്ട്, മികച്ച ഒരു ടീം തന്നെ അവർ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടീമിനെതിരെ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് നടത്തിയ പെർഫോമൻസ് അത് ശരിക്കും ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന നിലയിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര രസമുണ്ടായിരുന്നു ഇന്നത്തെ കളി. ശരിക്കും എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. രണ്ട് ടീം, അതിൽ ഏത് ടീമാണ് മികച്ചത്, നന്നായി കളിച്ചത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ രണ്ട് ടീമും കട്ട കളിക്കുന്നത്. ഭയങ്കര ഫൈറ്റ് ആയിരുന്നു തമ്മിൽ. അപ്പോൾ അതിൽ പെർഫോമൻസ് പറയേണ്ടത് ഇപ്പോൾ നമ്മളെ നോഹ അഴിഞ്ഞാടുകയായിരുന്നു. നോഹ എന്നത്തെയും പോലെ തന്നെ അഴിഞ്ഞാടുകയായിരുന്നു നോഹ. അതേപോലെ ഇവരുടെ നോർത്ത് ഈസ്റ്റിൻ്റെ ജിതിൻ ആള് എന്താ പറയുക, ആള് തകർന്നു. ആളാണെങ്കിൽ ശരിക്കും എന്താ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിനൊരു തലവേദനയായിരുന്നു. ഇപ്പറഞ്ഞ മിലോസിനൊക്കെ ആയാലും ഭയങ്കര തലവേദനയായിരുന്നു. പക്ഷെ മിലോസ് ആളെ വിട്ടിട്ടില്ല. ശരിക്കും ആളെ പിടിച്ചു കെട്ടാനുള്ള പരിപാടികളൊക്കെ മിലോസും അതേപോലെ നമ്മുടെ പ്രീതവും എല്ലാവരും കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിയെ കൊണ്ട് സ്കോർ ചെയ്യാനൊന്നും സംഭവിച്ചില്ല. എന്നാലും പുള്ളി മാക്സിമം പുഷ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസമായിരുന്നു കളി. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്ക് കളി എന്താ പറയാ, ഇവര് നോർത്ത് ഈസ്റ്റ് ഒരു ഗോള് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് നോർത്ത് ഈസ്റ്റ് കളി മാറ്റിയിട്ട് ടോട്ടലി കളിയുടെ സ്റ്റൈൽ അങ്ങ് ചേഞ്ച് ആയി. ശരിക്കും എന്താ പറയാ, നോർത്ത് ഈസ്റ്റ് ഒരു കണ്ട സെറ്റപ്പ് കളിയിലേക്ക് കുറച്ച് നേരത്തേക്ക് പോയി. ശരിക്കും നോർത്ത് ഈസ്റ്റിന് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം അത് തന്നെയാണ്. അവര് ഫുൾ ഡിഫെൻസ് ചെയ്യാൻ നോക്കി, വരുന്ന ബോളൊക്കെ അടിച്ച് കളയുന്നു. അവര് വെറുതെ അടിച്ച് വെളിയിലേക്ക് കളയുന്നു, മാക്സിമം ടൈം കളയാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. വെറുതെ ക്ലിയർ ചെയ്ത് കളിക്കുകയായിരുന്നു. അപ്പം അവിടുന്ന് അവരുടെ ആ ഒരു ടച്ചും കാര്യങ്ങളൊക്കെ പോയി. അവർ പാസുകൾ പിന്നെ വളരെ കുറഞ്ഞു. അവരുടെ പാസുകൾ തന്നെ ഇപ്പം എടുത്ത് നോക്കിയാൽ അറിയാം, കളി തീരുമ്പോഴത്തേക്ക് ബ്ലാസ്റ്റേഴ്സുമായിട്ടൊരു 100-120 പാസിന്റെ ഡിഫറൻസ് നോർത്ത് ഈസ്റ്റിനുണ്ട്. അപ്പോൾ ആ ഒരു സമയം വന്നപ്പോഴത്തേക്ക് പാസും കാര്യങ്ങളൊന്നുമില്ല, വെറുതെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ടച്ചിലേക്ക് വന്നു. ബ്ലാസ്റ്റേഴ്സ് ആ കളി ആദ്യം മുതലുള്ള അതേ കളി തന്നെ വീണ്ടും കളിച്ചത് കൊണ്ട് അവർക്ക് ഒരു ഗോള് ഇടാൻ പറ്റി. ആ ഗോള് കണ്ടാൽ അറിയാം, അത് നോഹയുടെ ഒരു കിടിലൻ ഗോളായിരുന്നെങ്കിലും ആ ഗോള് വന്ന ഒരു റൂട്ട്, അതിൻ്റെ ഒരു ബിൽഡ്, ആ റൂട്ടിന്റെ ബിൽഡ് ഭയങ്കര രസമായിരുന്നു. ഭയങ്കര വൺ ടച്ച് പാസ്സൊക്കെ കളിച്ചിട്ട് ഒരു കിടിലൻ ഗോളായിരുന്നു അത്. എന്താ പറയുക, അത് നമ്മൾ കഴിഞ്ഞ പല സീസണിലും ഇതേപോലെ കുറെ വൺ ടച്ച് ഗോളുകൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ തന്നെ ഭയങ്കര നന്നായിട്ട് ബിൽഡ് ചെയ്ത് വന്നിട്ടാണ് ആ ഗോൾ അടിച്ചിട്ടുള്ളത്. പിന്നെ അത് നോഹയുടെ ഒരു എന്താ പറയുക, ഒരു ടാലന്റ് തന്നെയാണത്. അത്രയും ഒരു ലോങ് റേഞ്ച് എടുത്ത് ആള് ഗോള് കയറ്റുകയും ചെയ്തു. പിന്നെ പറയേണ്ട ഒരു താരം നമ്മുടെ ജീസസ് ആണ്. ജീസസിനെ പറ്റി ഞാൻ പറഞ്ഞു, നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞു. ജീസസ് എനിക്ക് തോന്നുന്നു പുള്ളി അടിപൊളി ആയേ പറ്റൂ. ഇപ്പോൾ ഫെഡോറൊക്കെ വന്ന സമയത്ത് അങ്ങനെയായിരുന്നല്ലോ. ഫെഡോർ വന്ന ആദ്യം ഒരു കുഴഞ്ഞ മട്ടായിരുന്നു, പതിയൊക്കെ നിന്ന് പതിയൊന്ന് ടച്ചായി, പിന്നീടാണ് പുള്ളി ഒന്ന് ചാർജായി വന്നത്. അപ്പം അതേപോലെ ഒരു സംഭവമാണ് ഞാൻ ജീസസിലും കാണുന്നത്. പുള്ളിയും പതിയെ ഇങ്ങനെ നിൽക്കുകയാണ് നിന്ന്. പുള്ളി ഒരു ടോപ്പസ്റ്റ് സ്ട്രൈക്കർ ആവട്ടെ എന്നുള്ളതാണ്. കാരണം ഇന്ന് പുള്ളി ശരിക്കും പുള്ളി പൊസിഷനിങ്ങിൽ ഭയങ്കര
ബോറായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം പുള്ളി പല സമയത്തും പൊസിഷനിലില്ല, ക്രോസ് ഒക്കെ വെക്കേണ്ട സമയത്തൊന്നും സ്ട്രൈക്കർ അവിടെ ഇല്ല. അപ്പം പുള്ളി പൊസിഷനിൽ ഇല്ലാത്തതിന്റെ പേരിൽ ഡാനിഷ് ഫറോക്ക് പോയി ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോകുന്ന കുറേ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കണ്ടു. പുള്ളി പല സമയത്തും പൊസിഷനിൽ ഇല്ലാത്ത ഒരവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. പിന്നീട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു ആളാണ് അലക്സാണ്ടർ കൊയ്ഫ്. ആള് ഇന്ന് ഫസ്റ്റ് ഹാഫ് വരെ കളിച്ചുള്ളൂ. അപ്പോഴത്തേക്ക് ആളിനെ വലിച്ചിട്ട് പെപ്പറ വരെ ഉണ്ടായി. സോ അത് ഒരു ഭയങ്കര അടിപൊളി തീരുമാനമായിരുന്നു നമ്മുടെ മാനേജറുടേത്. കാരണം പെപ്പറ ഇന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കളി കുറേയും കൂടി സ്പീഡായി. അപ്പം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെപ്പറ നോഹ ഇവർ രണ്ടുപേരും ഒരേപോലത്തെ സാധനങ്ങളാണ്. അപ്പം ഇവർ രണ്ടുപേരും കൂടി കളിക്കുമ്പോൾ അത് വേറെ ലെവലായിരിക്കും എന്ന് ഞാൻ എൻ്റെ ആദ്യ സമയത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് എനിക്ക് ഫീൽ ചെയ്തു. രണ്ടുപേരുടെ കളിച്ചപ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു. പിന്നെ പോരാത്തതിന് ഒരു അവസാനമായപ്പോഴത്തേക്ക് നമ്മളെല്ലാം കാത്തിരുന്ന നമ്മളുടെ സ്വന്തം ലൂണ, നമ്മുടെ ക്യാപ്റ്റൻ മജീഷ്യൻ, ആളും കൂടി വന്നു വന്നപ്പോഴത്തേക്ക് വേറൊരു പ്രസൻസിങ് വന്നു. പിന്നെ രസമായിരുന്നു. പിന്നെ കുറച്ച് സമയം ഉള്ളായിരുന്നുവെങ്കിലും. അപ്പോൾ തുടർന്ന് ഇനി ലൂണ വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ എൻറ്റയർലി ഇന്നത്തെ മത്സരം ടോട്ടലി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു ഫസ്റ്റ് ഹാഫ് മാത്രം നമ്മൾ എടുത്ത് വെക്കാതെ ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കളിയിൽ ഏറ്റവും നന്നായി കളിച്ചത് ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. ഏറെക്കുറെ 60% ബോൾ പൊസിഷൻ ബ്ലാസ്റ്റേഴ്സിനായിരുന്നു. 372 സംതിങ് പാസുകൾ കളിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് 120 സംതിങ് പാസുകൾ കുറവാണ് നോർത്ത് ഈസ്റ്റ് കളിച്ചിട്ടുള്ളത്. അത് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം അവർ ഗോൾ ഇട്ടതിന് ശേഷം വന്ന കുറച്ച് പോരായ്മകളാണ് അതൊക്കെ. പക്ഷെ പിന്നെ ചാൻസസ് ഒരുപാടുണ്ടായിരുന്നു. ശരിക്കും ബ്ലാസ്റ്റേഴ്സ് ജയിക്കേണ്ട കളി തന്നെയായിരുന്നു. ചാൻസസ് ഐമന് ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നു, രാഹുൽ KPക്ക് ചാൻസ് ഉണ്ടായിരുന്നു, ജീസസിന് ചാൻസസ് ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം എല്ലാവർക്കും നല്ല ചാൻസുകൾ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഗോൾ ഇട്ടിട്ട് നമുക്ക് ഏറെക്കുറെ പറയുന്ന അവർ ഒന്ന് സ്കോർ ചെയ്തെങ്കിലും ഒരു 3-1 എന്ന സ്കോറിലൊക്കെ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ജയിക്കാമായിരുന്ന ഗെയിമായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിൽ എനിക്ക് പറയാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഈ വീഡിയോ ഇന്നത്തെ കളി കഴിഞ്ഞിട്ട് എനിക്ക് പറയണം, സച്ചിനെ പറ്റി പറയണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. എന്തായാലും അത് ഇങ്ങനെ പറയണം എന്ന് വിചാരിച്ചില്ല. കഴിഞ്ഞ 2 കളിയിൽ നോക്കുകയാണെങ്കിൽ സച്ചിൻ്റെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഒന്നും പറയാനില്ല അവിടെ. സച്ചിൻ്റെ സേവുകളും സച്ചിൻ്റെ പൊസിഷനിങ്ങും എല്ലാം സച്ചിൻ വേറെ ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ഇന്നും സച്ചിന് കുറ്റം പറയത്തക്ക വിധം ഒന്നുമില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. സച്ചിൻ്റെ കുറേ 1-2 സേവുകളൊക്കെ ഉണ്ടായിരുന്നു. അവർ ഓൺ ടാർജറ്റ് അടിച്ചതൊക്കെ സച്ചിൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സച്ചിൻ്റെ കയ്യിൽ നിന്നൊരു പിഴവ് പറ്റിയിട്ടാണ് നമുക്കിന്ന് ഗോള് കൺസീഡ് ചെയ്യേണ്ടി വന്നത്. അത് ഒരു മിസ്റ്റേക്ക് അല്ലേ, നമുക്കങ്ങ് വിട്ടേക്കാം, അത്രേ ഉള്ളൂ. നമ്മുടെ സച്ചിൻ ആളെത്ര സേവ് ചെയ്തേക്കുന്നു. അപ്പോൾ ആൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് നമ്മൾ അങ്ങ് വിട്ടേക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി അങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊന്നും സച്ചിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതല്ല. നമ്മൾ സച്ചിൻ എത്ര കാലം കൊണ്ട് കാണുന്നു, സച്ചിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതേ അല്ല ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ. സച്ചിൻ വേറെ ലെവലാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ഇനിയും കാണാം.